സ്വഭാവ ശീലങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശീലം ദാനധർമ്മമാണെന്ന് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്നാൽ മര്യാദകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ മര്യാദ എന്നുള്ളത് ഭക്ഷണ മര്യാദയാണ്. ഭക്ഷണത്തെ കുറിച്ച്, ഭക്ഷണ മര്യാദകളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നാം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ധാരാളം മര്യാദകളുണ്ട്. ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ പാത്രം, ഭക്ഷണം നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ വായിലേക്ക് വെക്കുക എന്നല്ലാതെ തല എടുത്തുകൊണ്ട് ഭക്ഷണ പാത്രത്തിലേക്ക് നീട്ടുന്ന രീതി ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദയിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ കൂട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കുടയുക, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ഭക്ഷണ മര്യാദകൾ നാം പഠിക്കേണ്ടതുണ്ട്. ഭക്ഷണ മര്യാദ നല്ല രീതിയിൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇബാദത്തുകളൊക്കെ കറക്റ്റ് ആയിരിക്കും. സ്വഭാവം, ഈ ദാനശീലമുള്ള ആളുകളുടെ സ്വഭാവം നല്ലതാണ് എന്ന് പറയുമ്പോൾ ഭക്ഷണ മര്യാദ പാലിക്കുന്ന ആളുടെ ഇബാദത്ത് കറക്റ്റ് ആയിരിക്കുമെന്ന് മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ശീലങ്ങളൊക്കെ നാം ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന പ്രായം 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയാണ്. ഈ പ്രായത്തിനുള്ളിൽ ഇത്തരത്തിലുള്ളതായ നല്ല നല്ല കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടക്കണം, അദബും കാര്യങ്ങളൊക്കെ ഈ ചെറുപ്രായത്തിൽ 7-14 വയസ്സ്, 7-14 ഇടയുള്ള വയസ്സിൽ പഠിപ്പിച്ചു കൊടുത്താൽ പിന്നെ ആ രക്ഷിതാക്കൾക്ക് ആ കുട്ടിയെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ അദബും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാനുള്ള മൂന്നാമത്തെ ഒരു കാര്യമായി മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നത് കാര്യബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. നല്ലൊരു കാര്യബോധമുള്ള വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. അബൂജഹല് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അബുൽ ഹക്കം എന്നാണ്. അദ്ദേഹത്തിന് വിവരമുണ്ട്, പക്ഷെ കാര്യബോധമില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം അധികം താഴ്ത്തിയത് എന്ന് കിതാബുകളിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്കറിയാം. അപ്പൊ ഈ റജബ് മാസം എന്നുള്ളത് വളരെ ബറക്കത്താക്കപ്പെട്ട മാസമാണ്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, ഈ റജബിലുള്ള ബറക്കത്ത് എന്നുള്ളത് അല്ലാഹുവിനെ മനസ്സിലാക്കലാണ്. ശഅബാനിലുള്ള ബറക്കത്ത് എന്നുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കലാണ്. റമദാനിലുള്ള ബറക്കത്ത് ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉമ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കലാണ് എന്ന് ഒരു കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ബറക്കത്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്? അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അതൊരു ദിക്റാണ്.